ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിന്നിവിടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക് ആയിട്ടുള്ള, അതായത് QT എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ ഫങ്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ QT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, QT അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ബിസിനസ്സിന് നമുക്ക് ഏറ്റവും അധികം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ഡിസിഷൻ എന്താവണം, കറക്റ്റ് ആയിരിക്കണം. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മളെ ബിസിനസ് എന്താവും, സക്സസ് ആവും. ഇല്ലെങ്കിൽ എന്തായിപ്പോവും, ഫ്ലോപ്പായിപ്പോവും. അപ്പം ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കുറച്ച് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ആ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കും. അങ്ങനെയുള്ള ടെക്നിക്കുകളെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ബെറ്റർ പ്ലാനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഡിസിഷൻ, അതാണ് ഇതിലേക്ക് നയിക്കുക, ഒരു ബിസിനസ് സക്സസ് ആവാൻ വേണ്ടത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷനാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താണ്, അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, വിച്ച് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ദി ഡിസിഷൻ മേക്കർ വിത്ത് എ സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ് ആൻഡ് ഹെൽപ്പ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ for achieving predetermined goals. Okay, they are essentially helpful for better judgment and intuition to solve complex problems, especially related with business and management. Okay, നമുക്ക് എല്ലാത്തിലും എന്താണ്, ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ നമ്മൾ എടുക്കണം. അത് നമ്മൾ കോംപ്ലക്സ് പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വലിയൊരു പ്രോബ്ലം, ആ വലിയൊരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ടെക്നിക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ്, അതായത് ഓപ്പറേഷൻ പ്രോഗ്രാമിംഗ് ടെക്നിക്സ്, അങ്ങനെ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ 3ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, രണ്ടാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്, മൂന്നാമത്തേത് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഓക്കെ, അപ്പം 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, അതിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സിൽ വരുന്നതാണ് സെറ്റ് തിയറി, മെട്രിക്സ് ആൾജിബ്ര, ഡിറ്റർമിനന്റ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പ്രോബബിലിറ്റി ഇൻക്ലൂഡിംഗ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഓക്കെ, ഈ സെറ്റ് തിയറി, മെട്രിക്സ് ആൾജിബ്ര, ഡിറ്റർമിനന്റ് അതൊക്കെ നിങ്ങൾ BNMൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് all the statistical methods and techniques starting from the collection of data to the task of interpretation of collected data. അതായത് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുന്നത് മുതൽ ആ ഡാറ്റേനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ടാസ്കുകളും ഏതിൽ ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് കളക്റ്റഡ് ഡാറ്റ, probability theory and sampling analysis, index number, correlation and regression, time series analysis, interpolation and extrapolation, survey techniques and methodology, ratio analysis, statistical quality control, analysis of variance, statistical inference and interpretation, theory of attributes. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ വരുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഈ 13 കാര്യത്തിൽ ഇതിൽ കുറച്ച്
കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫർദർ മൊഡ്യൂൾസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത് ഏതാണ്, ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്. അപ്പോൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് മാത്തമാറ്റിക്കൽ, രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ, മൂന്നാമത്തത് പ്രോഗ്രാമിംഗ്. ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതും എന്താണ്, ഇറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് മെത്തേഡ്സ് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് to complex problem arising in the direction and management of large system of men, machines, etc. Okay. ഈ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് എന്ന് പറയുന്നത് ഈ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അസൈൻമെൻറ്റ് പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെൻറ്റ് പ്രോബ്ലം, ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പോൾ നമ്മളൊരു ബിസിനസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എല്ലാം നമ്മൾ മാക്സിമം കുറക്കണം. അതേപോലെ തന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടാസ്ക് ഉണ്ടാവും. ആ ടാസ്ക് ആര് ചെയ്താലാണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമം ആവുക, അത് നമ്മൾ അസൈൻ ചെയ്യണം. ഇന്ന ആൾ ഇന്ന ജോബ് ചെയ്യുക, അങ്ങനെ നമ്മൾ അസൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഉള്ള പ്രോഗ്രാമാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ വരും. ഓക്കെ, നെക്സ്റ്റ് ഡിസിഷൻ തിയറി. മൂന്നാമതാണ് തിയറി ഓഫ് ഗെയിംസ്, സിമുലേഷൻ, ക്യൂയിങ് തിയറി, ഇൻവെൻട്രി പ്ലാനിങ്, ഇൻ്റഗ്രേറ്റഡ് പ്രൊഡക്ഷൻ മോഡൽസ്, നെറ്റ്വർക്ക് അനാലിസിസ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, സെർച്ച് തിയറി, ഇൻറ്റീജർ പ്രോഗ്രാമിംഗ്, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്, പാരാമെട്രിക് പ്രോഗ്രാമിംഗ്, തിയറി ഓഫ് റീപ്ലേസ്മെൻറ്റ്, എക്സെട്ര. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ വരുന്നത്, ഓപ്പറേഷൻസ് റിസർച്ച് ടെക്നിക്. ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഒന്ന് പറയാം. നമ്മൾ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് സക്സസ് ആവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്താവണം, കറക്റ്റ് ആവണം. ആ ഡിസിഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ ഉള്ള ടെക്നിക്കുകളെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിനെ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മാത്തമാറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ. ഒന്നാമത്തത് മാത്തമാറ്റിക്കലാണ്, രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്, മൂന്നാമത്തത് എന്ത് വരും, നമ്മുടെ പ്രോഗ്രാമിംഗ് ടെക്നിക് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കാണ്. ഓക്കെ, ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻസ്, ലിമിറ്റേഷൻസ്, യൂസസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരും മൊഡ്യൂളുകളിൽ നമുക്ക് നോക്കാം. Okay, thank you.